വേവിച്ച് വെച്ച ഗോതമ്പിൽ ശർക്കരപ്പാനി ഒഴിച്ച് തിളക്കുകയാണ്. ഇത് നന്നായി ഗോതമ്പിൽ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാം തേങ്ങാപ്പാൽ കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുക്കാം. ശർക്കരപ്പാനി എന്നും വീട്ടിൽ സ്റ്റോക്കാണ്. ഇതിനനുസരിച്ച് എന്ത് പലഹാരമോ പായസമോ ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. കുറച്ച് നേരം ഇങ്ങനെ തിളച്ച് വെള്ളമൊക്കെ ഒന്ന് കുറുകാനുണ്ട്. അതിനുശേഷം ആദ്യത്തെ ഒന്നാം പാൽ ഒഴിച്ച് വാങ്ങി വയ്ക്കും. പിന്നെ തിളപ്പിക്കില്ല. പായസം കുറുകി നല്ല പാകമായി. ഇനി ഒന്നാം പാൽ ഒഴിച്ചിട്ട് വാങ്ങാൻ പോയെന്ന്. ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് ഒന്നാം പാൽ ഒഴിക്കുന്നത്. ഫ്ലെയിം ഓഫാക്കി പായസം റെഡിയായി. ഇനി ഇതിൽ ചുക്കും ജീരകവും ഏലക്കായും കൂടി വറുത്ത് പൊടിച്ചിടണം. അപ്പോൾ നമ്മൾ ഗോതമ്പ് പായസം ഇവിടെ റെഡിയായി.